കൊച്ചിയിൽ വ്യാപക ലഹരിവേട്ട. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 500 ഗ്രാം MDMA-യുമായി പൊന്നാനി സ്വദേശി മുഹമ്മദ് നിഷാദ് അറസ്റ്റിൽ. പുതുക്കലവട്ടത്തെ വീട്ടിൽ നിന്നാണ് 1/2 കിലോ MDMA പിടികൂടിയത്. ആലുവ മുട്ടത്തു നിന്നും 47 ഗ്രാം MDMA പിടികൂടിയ കേസിലെ പ്രതി ഷാജി നിഷാദിന്റെ ബിസിനസ് പാർട്ണറാണ്. മരടിൽ 5 ഗ്രാം ഹെറോയിനുമായി 2 അസം സ്വദേശികൾ കൂടി പിടിയിലായി. ഇന്ന് വെളുപ്പിനാണ് നമുക്ക് ഒരു രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വാടക താമസിക്കുകയാണ്. പൊന്നാനി സ്വദേശിയാണ്. അപ്പോൾ വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 509 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. ഇയാൾ ദുബായിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നു. 10 വർഷത്തോളം അവിടെ ജോലി ചെയ്തിപ്പോൾ കുടിവെള്ളത്തിൻ്റെ ബിസിനസ് നടത്തുന്നത് ആലുവയിൽ. അപ്പോൾ ഇയാൾക്ക് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ മറവിലാണ് ഇയാൾ ഈ MDMA ബിസിനസ് നടത്തുന്നത്. പ്രതി അന്വേഷണത്തോട് കൂടുതൽ സഹായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നലെ ആലുവയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് തന്നെ ഒരു ഷാജി എന്നും പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് 47 ഗ്രാം MDMA ആയിട്ട്. അതിനെ തുടർന്ന് ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇയാൾക്ക് MDMA-യുടെ സെയിലുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ വീട് സെർച്ച് നടത്തി. ഷാജിക്കും കുടിവെള്ളത്തിൻ്റെ സപ്ലൈ ഉണ്ട്. ആൻമരിയ സണ്ണി വാർത്തകൾ വിവരങ്ങൾ വെച്ചിരുന്നു. ആൻമരിയ, 1/2 കിലോ MDMA എന്നൊക്കെ പറയുന്നത് വലിയ ഹണ്ടാണ്. ലക്ഷങ്ങൾ വിലയുള്ള MDMA ആണ്. അപ്പോൾ ഇയാൾ ഈ പ്രധാന ഡീലർമാരിൽ ഒരാളാണ് എന്ന് തോന്നുന്നു. ആൻമരിയ, ഹാഷ്മി സൂചിപ്പിച്ചതാണ് ഏകദേശം പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ പ്രതി മുഹമ്മദ് നിഷാദ് പോലീസുമായി സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിലനിൽക്കുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്നതാണ്. വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ 500 ഗ്രാം MDMA ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാൻസർ സംഘം ഏകദേശം ഇന്ന് വെളുപ്പിനോടുകൂടി ഒരു 12 കൂടിയൊക്കെ ഈ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പുതുക്കലവട്ടത്താണ് താമസിക്കുന്നത്. പൊന്നാനി സ്വദേശിയാണ്. ഈ ഫാമിലിയോട് കൂടിയാണ് ഈ പുതുക്കലവട്ടത്ത് താമസിക്കുന്നത്. ഈ പ്രതിയായിട്ടുള്ള മുഹമ്മദ് നിഷാദിന് ആലുവയിൽ ഒരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസിന്റെ പാർട്ണറാണ് ഈ ആലുവയിൽ പിടികൂടിയിരിക്കുന്ന ഷാജി. ആദ്യം പിടിയിലാക്കുന്നത് ഷാജിയാണ്. ഷാജിയെ മായിട്ടുള്ള ഈ ചോദ്യം ചെയ്യലിന് ഇടയിലാണ് ഈ മുഹമ്മദ് നിഷാദിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നതും ഈ മുഹമ്മദ് നിഷാദിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നതും. ഒരു ബിസിനസ് നടത്തുന്ന 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ശൃംഖല അതൊരു വ്യാപകമാണോ, ഇവരതിനകത്തെ മുഖ്യ കണ്ണികളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എന്തായാലും അന്വേഷിച്ചു വരികയാണ്. എന്തായാലും കൊച്ചിയിൽ വൻ ലഹരി വേട്ടയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി.